ഹായ്, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണാശംസകൾ. അപ്പൊ നമ്മൾ ഓണത്തിന് ഏകദേശം ഒരു 10 വിഭവങ്ങൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ഉള്ള വിചാരത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ നാളെ എന്നല്ല, ഇപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അത്ത 1-നാണ് നമ്മൾ പോസ്റ്റ് ആക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയാണ്. പൈനാപ്പിളും നമ്മുടെ മുന്തിരിയും കൊണ്ടൊരു ചെറിയൊരു പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ഇടുക, ലൈക്ക് ഷെയർ ഒക്കെ തരാം, ചാനലൊക്കെ സബ്ബാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോക്ക് പോയാലോ. അപ്പൊ അതിന് വേണ്ടി ആദ്യം നമുക്ക് നമ്മുടെ പൈനാപ്പിൾ, അല്ലെ പഴുത്ത പൈനാപ്പിൾ ആണ്, ഇത് നമുക്കൊന്ന് ചെത്തിയെടുക്കാം. ഇത് ഫുള്ള് നമുക്ക് വേണ്ട കേട്ടോ, പകുതി മതിയേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് പുറത്തൊന്ന് കൊണ്ടുപോയി ചെത്തിയിട്ട് വരാം. എനിക്ക് ഇവിടെ ചെത്തിക്കാൻ ഇവിടെ എല്ലാം മൊത്തം ഈച്ചയാവും. പുറത്തേക്ക് പോയാലോ. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ പൈനാപ്പിൾ നമ്മൾ എടുത്തത് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈനാപ്പിളിന്റെ മുള്ള് എന്തോരം കളഞ്ഞാലും നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല, അല്ലേ? ശരിയല്ലേ? മുള്ള് തിന്ന് അപ്പം നമ്മുടെ നാക്കൊക്കെ ചൊറിയും. പിന്നെ കറി വെക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിത് ഒരു പകുതി മുറി ഞാൻ അതിന്റെ പീസാക്കി വെച്ച് കഴിക്കാം കേട്ടോ. ഇതാണ് നമ്മൾ കറി വെക്കാൻ എടുക്കുന്നുള്ളേ. അതിന്റെ ആവശ്യമുള്ളൂ, നമുക്കത് മതിയല്ലോ. പകുതി കഴിക്കാൻ നല്ല മധുരം നോക്കാം. നല്ല മധുരം. നമ്മുടെ പൈനാപ്പിൾ ഞാൻ അരിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ എളുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അതിനകത്ത് ലേശം മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് നമ്മുടെ ഈ എന്താ പറയാ, കരിനാരങ്ങ എന്ന് പറയുമേ. കരിനാരങ്ങ വലിയ ബോളായിട്ടിരിക്കുന്ന, ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന നാരങ്ങയില്ലേ, കരിനാരങ്ങ. അത് വീട്ടിൽ നിന്ന് അച്ഛൻ എനിക്ക് തന്നു വിട്ടതാണേ. കറി വെച്ചോന്നും പറഞ്ഞ് തന്നു വിട്ടതാണ്. ഞാനത് കൊണ്ട് നല്ല അച്ചാറിട്ടു. നാരങ്ങ പൊതുവെ ഭയങ്കര കയ്പ. അത്ര നമ്മൾ എങ്ങനെയൊക്കെ കാണിച്ചാൽ ഭയങ്കര കയ്പാട്ടോ. പക്ഷെ ഇത് ഞാൻ അച്ചാറിട്ടപ്പോ കയ്പേ ഇല്ല. എനിക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല അച്ചാർ കൂടി ഇട്ടിട്ട് വെച്ചതാ. നല്ല മണം, നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല അച്ചാറാ. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് നമ്മുടെ കരുനാരങ്ങയുടെ അച്ചാറ് കേട്ടോ. ഇതിനൊരു ടിന്നിലാക്കി വെക്കണം. നമുക്കിതൊന്ന് മൂടാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കണ്ടേ. അരപ്പിന് ഞാനത് കുറച്ച് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു 2-3 നമ്മുടെ നാടൻ മുളക്, പിന്നെ ഒരു 3-4 ഉള്ളി വെളുത്തുള്ളി, ഇതൊന്നും നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ പൈനാപ്പിൾ ഇതേ വെന്ത് കേട്ടോ നന്നായിട്ട്. ആ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റ് ആയിട്ടുണ്ടേ. ഞാനല്ല നമ്മുടെ അരപ്പത് അരച്ചത് ഇതുപോലെ അരയ്ക്കണം. ഒന്നുകൂടി അരഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവനൊന്ന് നല്ലപോലെ തിളയ്ക്കണം. അപ്പൊ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചു കേട്ടോ. ക്യാമറ സൂം ചെയ്യും, ഫോക്കസ് 100-ലിട് കണ്ടോ. നല്ലപോലെ തിളച്ചു. ഇപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ തൈര്, നല്ല കട്ട തൈരാണേ. തൈരിനെ ഒന്ന് ഒഴിക്കണം. ഒന്നുകൂടെ ഒന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കാം. ഇപ്പൊ നമ്മൾ തൈര് ഒഴിക്കാം.
തീ അങ്ങോട്ട് നേരെ കുറയ്ക്കുക. ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ, ഇങ്ങനെ ഒഴിക്കാനായിട്ടേ. ഇത് വേണം നമുക്ക് നല്ലപോലെ വറ്റിച്ച് കുറുക്കിയാണെങ്കിൽ കുറുക്കായിട്ട് ഇങ്ങനെ കുറുകിയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം കേട്ടോ. നാളത്തേക്ക് അല്ലാതെ കുറുവും. ഉപ്പ് കുറവുണ്ടേ, ഇത്തിരി ഉപ്പിടാം. ഇതങ്ങനെ തിളക്കണ്ട, തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാകുമ്പോൾ തീ നമുക്ക് ഓഫ് ചെയ്യാം. ചട്ടി ആയതുകൊണ്ട് ഇരുന്ന് നന്നായിട്ട് ചൂടാവും കേട്ടോ, അപ്പൊ അത് ശ്രദ്ധിക്കണേ. നമ്മുടെ ചട്ടി നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിതിനെ ഇവിടേക്ക് വെക്കാം. എന്തായാലും അവിടെ തുടയ്ക്കണം. ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് നാളത്തേന് കഴിക്കാനാ ടേസ്റ്റ് കേട്ടോ. കുറുകി നല്ല അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആവും. നമ്മൾ ചട്ടി ചൂടായി നമുക്ക് ഇതിലേക്ക് ഇവിടെ നെയ്യിടാം. കുറച്ച് നെയ്യൊഴിക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കുറച്ച് ഉലുവ പൊട്ടിക്കാം. ഇനി കടുകിടാം. ഇങ്ങനെ മൂടി വെക്കാം, അല്ലെങ്കിൽ ഗ്ലാമർ പോവും. പിന്നെ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും വേപ്പിലയും നമ്മുടെ ഉണക്കമുളകും കൂടി ഇട്ടിട്ടുണ്ട്, അതിനെ ഇട്ട് കൊടുക്കാം. നെയ്യ് ആയതുകൊണ്ടേ കുറച്ച് മതി, ഒരുപാട് ഇട്ടാൽ ഭയങ്കര അതിന്റെ നെയ്യുടെ ടേസ്റ്റ് ആയിരിക്കും. എണ്ണയാണെങ്കിൽ പെട്ടെന്ന് മൂക്കും. ഇത് നെയ്യ് ആയതുകൊണ്ട് ഇച്ചിരി സമയം. അതുപോലെ ഉള്ളിയൊക്കെ ഇവിടെ മൂത്തു. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിട്ടേ ഒരു ഇത്തിരി പോലും മുളക് പൊടി ഒന്ന് മൂപ്പിച്ച് നമുക്ക് പിന്നെ നമുക്കിട്ടു. പ്രധാന ഐറ്റം നമ്മൾ ഇട്ടില്ല കേട്ടോ, ഒരു ഐറ്റം കൂടെ നമുക്ക് ഇടാനുണ്ട്. നമ്മുടെ മുന്തിരി കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി ഒരു 5-6 ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി ഞാൻ ലൂസിലാക്കിയേക്കുന്നതാണ്. ഇവിടെ എല്ലാവർക്കും വെള്ളം പോലെ ഇരിക്കുന്ന കറിയാണ് താല്പര്യം, കാരണം ചാറ് വേണം എന്ന് പറഞ്ഞ് ബഹളമാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലൂസിലാക്കിയേക്കുന്ന കേട്ടോ. ശരിക്കും നമുക്കിത് വറ്റിച്ച് കുറുക്കിയെടുക്കാം, കുറുക്കലായിട്ട് എടുത്തിട്ട് അപ്പൊ അതിന്റെ മുകളിൽ ഈ മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും കാണാൻ, നല്ല ഡെക്കറേറ്റ് ചെയ്ത പോലെ ഇരിക്കും കേട്ടോ. അപ്പൊ എന്റെ ഒരു കറി ഇങ്ങനെയാണ്. നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ, ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. കറി കാണാൻ നോക്കി നല്ല ഭംഗിയില്ലേ? സൂം ക്യാമറ സൂം.
അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആഹാ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഓണാശംസകള്. എന്റെ ഓണത്തിന് ഞാൻ ഉണ്ടാക്കുന്ന അതിന്റെ ഫസ്റ്റ് ഐറ്റമാണിത്. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ പറയാണ്. നല്ല ഐശ്വര്യം, സമൃദ്ധിയും സമ്പന്നവുമായ നല്ലൊരു ഓണം എല്ലാവർക്കും ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.